പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമിന്റെ വീട്ടുകാരെല്ലാവരും അവിടെ നിന്നങ്ങ് പോയതോടുകൂടെ തന്നെ അന്നത്തെ ദിവസം വിക്രമും വേദയും മാത്രമായിരിക്കട്ടെ വീട്ടിൽ ഒറ്റപ്പെടുന്നത്. അങ്ങനെ വിക്രമും വേദയും ഒരു ദിവസം ആ വീട്ടിൽ അകപ്പെട്ടതോടുകൂടെ തന്നെ വിക്രത്തിന്റെയും വേദയുടെയും കട്ട റൊമാൻസ് തന്നെയായിരിക്കട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലുടനീളം നമുക്ക് കാണാൻ പോകും. ഇന്നത്തെ ഈ ഒരു ദിവസം ഏതായാലും തൻ്റെ വിക്രമിനെ തനിച്ച് കിട്ടിയല്ലോ എന്ന സന്തോഷത്തിലായിരിക്കും വേദ. എന്നാൽ വിക്രമിന്റെ മനസ്സിലാണെങ്കിലോ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നൊരു ചിന്ത മാത്രം. അല്ലെങ്കിൽ തന്നെ വേദ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ദിവസമാണെങ്കിലും വേദയുടെ കൂടെ ആ ഒരു ദിവസം രാത്രിയാണെങ്കിലും തള്ളി നീക്കാൻ വിക്രമിന് ഭയങ്കര കഷ്ടപ്പാടായി. വിക്രവും വേദയും വീടിനകത്ത് അകപ്പെട്ടു എന്ന കാര്യം ഇവർക്കാർക്കും അറിയാതെ ആയിരിക്കട്ടെ അച്ഛൻ വാതിൽ പൂട്ടിച്ച് അവിടെ നിന്ന് പോയി. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് വേദയെ തന്നെ കണ്ടോണ്ട് നിൽക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രത്തിന് ആകെ വട്ട്. ഒരു ദിവസം മുഴുവനായിട്ട് വേദയുടെ കൂടെ അങ്ങ് കഴിച്ചു കൂട്ടുകയെന്ന് വെച്ചാൽ വിക്രമിന് അത് അത്രയും ബുദ്ധി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പറ്റൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അതിനുള്ള മാർഗ്ഗങ്ങളാട്ടോ വിക്രം എങ്ങനെയെങ്കിലും വാതിൽ തുറന്നിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് പുറത്ത് കിടക്കണമെന്നൊരൊറ്റ ചിന്തയിൽ ഇങ്ങനെ വാതിൽ തുറക്കാനും അതുപോലെ ജനൽ തുറക്കാനും എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തേക്ക് ചാടാൻ നോക്കുകയാണ് വിക്രം. എന്നാൽ ഇതേ സമയത്തിന് വേദക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കുറേ നാൾ കൂടിയിട്ട് തനിക്ക് മാത്രമായിട്ട് വിക്രമിനെ സ്വന്തമായിട്ട് കിട്ടുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭയങ്കര ഒരു റൊമാൻറ്റിക് മൂഡിൽ തന്നെയായിരിക്കും വിക്രം ഇങ്ങനെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ നോക്കുന്ന സമയത്തിന് വേദ ചിരിച്ചോണ്ട് പറഞ്ഞിട്ട് അതേ വിക്രം വെറുതെ ഓരോ മാർഗം കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട, ഏതായാലും നമ്മൾ ഇതിൽ അകപ്പെട്ടു പോയി, അതോടുകൂടെ തന്നെ ഇന്ന് ഏതായാലും എന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുമെന്നിങ്ങനെ വിക്രം പരതിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വിക്രത്തിന് നല്ല സ്ട്രോങ് ചായയുമായിട്ട് വേദ അങ്ങോട്ടേക്ക് വേദ ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ വിക്രം ഇതേ ചായ കുടിക്കുക എന്ന് പറയുന്ന സമയത്തിന് വിക്രം ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. പുറത്തിറങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വിക്രം പറഞ്ഞിട്ട് നിന്റെ ചായ ഒന്നും എനിക്ക് വേണ്ട, നീ ചായ അങ്ങ് കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ബിൽഡപ്പ് ഒക്കെ എടുത്ത് അന്നേരം വേദ പറഞ്ഞിട്ട് ആയിക്കോട്ടെ ശരി, ചായ വേണ്ടെങ്കിൽ വേണ്ട, ഏതായാലും ഞാൻ ഉണ്ടാക്കിയ ചായല്ലേ സൂപ്പർ ചായയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഉണ്ടാക്കിയ ചായ പറ്റിയിട്ട് വീണ്ടും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഞാൻ ഉണ്ടാക്കിയ ചായ ആയതുകൊണ്ട് തന്നെ പറയല്ല, ഭയങ്കര ടേസ്റ്റാണ് ഈ ചായക്ക്. അതുമാത്രമല്ല ഈ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമുക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി കാണും, മനസ്സിലേക്ക് ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെളിഞ്ഞു വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിക്രമിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കായിരിക്കും വേദ. എന്നാൽ വേദ ഇങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാത്തതല്ലേ, ഏതായാലും ഒരു ദിവസം ഇവിടെ അങ്ങ് അകപ്പെട്ടു പോയി, അതുകൊണ്ട് തൽക്കാലം ഒന്നും കഴിക്കാൻ കിട്ടില്ലല്ലോ, ഇവളുടെ ചായെങ്കിലും കുടിച്ചേക്കാമെന്നൊക്കെ ചിന്തിച്ച് ശരി ചായ എങ്കിൽ ചായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം ആ ഒരു ചായ കുടിക്കാം. വേദ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം വേദ കാണാതെ ആയിരിക്കട്ടെ വിക്രം ആ ഒരു ചായ എടുത്ത് കുടിക്കുന്നത്. എന്നാൽ ഇതും കണ്ടുകൊണ്ട് തന്നെ വേദ വന്ന് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് ചായ വേണ്ടാന്ന് പറഞ്ഞാൽ ചായ എടുത്ത് കുടിക്കുന്നോ, എന്നിട്ട് എങ്ങനെയുണ്ട് നിന്റെ ചായ എന്നൊക്കെ അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ വേദ നിനക്ക് നാണമില്ലേ, സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കിയിട്ട് എപ്പോഴും അതിനെ പറ്റിയിട്ട് ഇങ്ങനെ നിർത്താതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെല്ലാം പുകഴ്ത്തുന്നത് സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കിയിട്ട് പുകഴ്ത്താൻ നിന്നെ കൊണ്ടേ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, അപ്പോൾ വിക്രം ചെയ്തതൊക്കെ ശരിയാണെന്നാണ്. ഞാനൊരു ചായ കൊണ്ടുവന്ന സമയത്തിന് ചായ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ബിൽഡപ്പ് ഇട്ടതിന് ശേഷം ഇപ്പം കണ്ടില്ലേ ആരും കാണാതെ ആ ചായ കട്ടെടുത്ത് കുടിക്കുന്നു, എന്നിട്ട് വിക്രം ചെയ്യുന്നതാണോ ശരിയെന്ന് ചോദിക്കും. എന്നാൽ വേദയോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വിക്രം ഒന്നും മിണ്ടാതെ നേരെ ചായക്ക് കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെച്ചതിന് ശേഷം അല്ലേ റൂമിലേക്ക് വന്നിക്കും. ഇതേ സമയത്തിന് വേദ കുറേ അധികം അലക്കി വെച്ചിരിക്കുന്ന തുണികളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നിടും. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ നീ എല്ലാതും ഇവിടെ കൊണ്ടുവരുന്നത്, നിനക്കെന്താ ഇത്രമാത്രം തുണികളെന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, അതെ എനിക്കിവിടെ ഒരുപാടധികം ജോലികളുണ്ട്, ഈ തുണികളെല്ലാം തന്നെ എനിക്ക് മടക്കി വെക്കാനുള്ളതാണ്, ഇത്ര കാലം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ തുണികളെല്ലാം തന്നെ നല്ല നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഞാൻ അലക്കി തേച്ച് വെക്കാറുണ്ട്, പക്ഷേ ഇത് അമ്മയുടെ സാരിയാണ്, സാരി കുറേ അധികം ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഈ സാരി ഒന്നും മടക്കാൻ എന്നെ കൊണ്ട് സാരി മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടെ മാത്രമേ എനിക്ക് മടക്കാൻ സാധിക്കുള്ളൂ, അതുകൊണ്ട് ഇത് മടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ. അന്നേരം വിക്രം അത് ഇഷ്ടപ്പെടാതെ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വേദ സ്നേഹത്തോടു കൂടി തന്നെ ചോദിക്കുന്നുണ്ട്, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, നിങ്ങളുടെ അമ്മയുടെ സാരിയല്ലേ എന്നൊക്കെ. അന്നേരം മറ്റ് നിവൃത്തിയിലല്ലോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം ഏതായാലും അതിനെ സമ്മതിച്ചുകൊണ്ട് തന്നെ രണ്ടുപേരും ചേർന്നുകൊണ്ടായിരിക്കട്ടോ ആ ഒരു തുണികളെല്ലാം തന്നെ മടക്കി വെക്കും. അങ്ങനെ രണ്ടുപേരും അതിങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് കുറേ നേരം മടക്കിയിട്ട് വിക്രമിന് അങ്ങ് ദേഷ്യം വരട്ടെ. വിക്രം ചോദിക്കുന്നുണ്ട്, ഇതെന്താ മടക്കിയിട്ടും തീരാത്തത്, കുറേ അധികം ഉണ്ടല്ലോ എന്ന് പറയുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, നിങ്ങൾ ഏതായാലും ഇതൊന്ന് ശരിക്കും പിടിക്കതേ ഇപ്പം തീരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ അതിങ്ങനെ മടക്കാൻ നോക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരട്ടോ. വിക്രം ദേഷ്യത്തോടു കൂടി തന്നെ ആ ഒരു സാരി പിടിച്ചൊരു ഒറ്റ വിക്രം പെട്ടെന്ന് വലിക്കുന്നതിൻ്റെ ആ ഒരു ആഘാതത്തിൽ വേദ ഏതായാലും വന്നിട്ട് വിക്രത്തിൻ്റെ തലയിലേക്ക് അങ്ങനെ രണ്ടുപേരുടെയും നെറ്റികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്തിന് രണ്ടുപേർക്കും അങ്ങ് വേദനിക്കട്ടോ. വിക്രം അങ്ങ് ദേഷ്യപ്പെടണം, നീ എന്താ ഈ കാണിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട്, വിക്രം അല്ലേ ഇതെല്ലാം ചെയ്തു വെച്ചത്, എന്നിട്ട് എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്, അത് ഈ സാരി മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് വിക്രമല്ലേ ഇത് പിടിച്ചു വലിച്ചത് എന്നൊക്കെ ചോദിക്കും. എന്നാൽ പരസ്പരം കൂട്ടിമുട്ടുന്ന സമയത്തിന് വിക്രത്തിൻ്റെ മനസ്സിൽ ചെറുതായിട്ടുള്ളൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ടോ അങ്ങനെ ഡ്രസ്സെല്ലാം മടക്കി വെച്ചതിന് ശേഷം പിന്നീട് വേദ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോവാണ്. കുറേ നേരമായിട്ട് ഭക്ഷണമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ വിക്രത്തിന് ഭയങ്കര വിശന്ന് കൊണ്ട് തന്നെ വേദ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം നേരെ അടുക്കളയിലേക്ക് വന്ന് നോക്കും.
വിക്രം വന്നിട്ട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ മൂടി തുറന്ന് നോക്കുന്ന സമയത്തിന് ഭക്ഷണം ഒന്നും തന്നെ പാചകം ചെയ്ത് കാണില്ല. ആ സമയത്തിന് വിക്രത്തിന് ഭയങ്കര വിശപ്പായിരിക്കട്ടെ. വേദയോട് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ ഇവിടെ ഭക്ഷണം ഒന്നും കഴിക്കാനുണ്ടാക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, ആ അമ്മ പോകുന്ന സമയത്തിന് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ഏതായാലും ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, എന്ത് നീ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കാനോ? അതെ, നീ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും ഞാൻ കഴിക്കാൻ പോകുന്നില്ല. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ഭക്ഷണവും എനിക്ക് അന്നേരം വേദ പറഞ്ഞിട്ട്, ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോ എന്ന് പറയുന്നത്. അന്നേരം വേദയെ വെല്ലുവിളിക്കുന്നത് പോലെ തന്നെ വിക്രം പറഞ്ഞിട്ട്, ആയിക്കോട്ടെ, എനിക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം നോക്കുന്ന സമയത്തിന് അരിപാത്രത്തിൽ കുറച്ച് അരി ഉണ്ടാവും. അങ്ങനെ കുറച്ച് അരിയും കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഒരു പുലാവ് മോഡൽ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എല്ലാ അരിയും പച്ചക്കറികളും എല്ലാം വെട്ടിക്കൂട്ടിക്കൊണ്ട് തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തന്നെ അതിങ്ങനെ അടച്ചു നോക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കുക്കറിൻ്റെ ഇത് താഴേക്ക് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ വെച്ച കുക്കറിലുള്ള മുഴുവൻ സംഭവങ്ങളും താഴേക്ക് വീഴുന്നതോടുകൂടി തന്നെ ആ അരിയും പച്ചക്കറികളും എല്ലാം അങ്ങ് താഴേക്ക് വീഴുന്നതോടുകൂടി അതങ്ങ് നാശാവാണ്. വിക്രമിനാണെങ്കിൽ ഭയങ്കര വിശപ്പായിരിക്കും. ഇതെല്ലാം പോയതോടുകൂടി തന്നെ വിക്രത്തിന് വീണ്ടും വീണ്ടും അങ്ങ് ദേഷ്യം വരും. ഇനി താൻ എന്ത് കഴിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നിട്ട് വേദയെ നോക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എടി നീ കണ്ണു വെച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ പിന്നെ നല്ല രീതിയിൽ തന്നെ ഞാൻ ഈ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിക്കും. ഞാൻ ഉണ്ടാക്കുന്നത് നീ ഇങ്ങനെ നോക്കി നോക്കി നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദിയോട് ഭയങ്കര അങ്ങ് ദേഷ്യപ്പെട്ടോ. അന്നേരം വേദി ചോദിക്കുന്നത്, ആഹാ ഇത് കൊള്ളാലോ, നിങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് അതും കൂടി എൻ്റെ തലയിലേക്കാണ് ഇടുന്നത്, നിങ്ങൾ ചെയ്തതിലിങ്ങനെ എൻ്റെ തെറ്റായി പോകുമെന്നൊക്കെ ചോദിച്ചു വേദയും വിട്ടുകൊടുത്തു. വേദ പറഞ്ഞിട്ട്, അതെ മര്യാദക്ക് ഞാൻ പറഞ്ഞതാണല്ലോ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന്, നിങ്ങൾ സമ്മതിക്കാത്തതല്ലേ, ഏതായാലും നിങ്ങൾ അങ്ങ് മാറി നിൽക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാം, തൽക്കാലം ഞാനിത് ക്ലീൻ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞത്, ഓ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറി പോകും. ഏതായാലും വേദക്കും വിക്രമിനും കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം തന്നെ വേദ പാചകം ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല വിക്രത്തിനെ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് എന്നാൽ വേദ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ല എന്ന വാശിയിൽ തന്നെയായിരിക്കും വിക്രമിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് തന്നെയായിരിക്കും വേദ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. വേദ ഉണ്ടാക്കിയ ഭക്ഷണം വിളമ്പിക്കൊണ്ട് തന്നെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് വീണ്ടും വേദയുടെ ഭക്ഷണത്തെ പറ്റിയിട്ട് ഇങ്ങനെ നിർത്താതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും വേദ പറയുന്നത്, ഹാവ് എന്തൊരു സ്വാദാണ്, എന്തൊരു ടേസ്റ്റാണ് ഈ ഭക്ഷണം. ഇതെല്ലാം കാണുന്ന സമയത്തിന് വിക്രത്തിന് ആ ഒരു ഭക്ഷണമെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര അങ്ങ് കൊതി തോന്നുന്നുണ്ടോ. വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന, ഈശ്വര ഇനി എന്ത് ചെയ്യാനാ, എനിക്കാണെങ്കിൽ വിശന്നിട്ടും പാടില്ല, ഇവളുണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ല എന്ന്, ഇനി ഇവളുടെ മുന്നിൽ ഞാൻ എങ്ങനെ തല താഴ്ത്തും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം ഏതായാലും ഭയങ്കര വാശിയിലായിരിക്കട്ടോ. എന്നിട്ട് വിശപ്പടക്കി പിടിച്ചുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം കുടിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോയി കിടന്നുറങ്ങാൻ. വേദയാണെങ്കിൽ വയറ് നിറച്ച് നല്ലോണം വെട്ടി വിഴുങ്ങിക്കൊണ്ടായിരിക്കട്ടോ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് രാത്രി വേദ കിടന്നുറങ്ങുന്ന സമയത്തിന് വേദ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വിക്രം പയ്യെ വിശന്നിട്ട് പാടില്ല. വിക്രത്തിനാണെങ്കിൽ ഒട്ടും തന്നെ ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുക്കളയിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം മിച്ചമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയി നോക്കുക. അങ്ങനെ കിച്ചണിലേക്ക് പോയി നോക്കുന്ന സമയത്തിന് വിക്രം അവിടെയൊക്കെ തിരഞ്ഞു നോക്കുന്നുണ്ടോ. എല്ലാ പാത്രങ്ങളും പൊന്തിച്ചു നോക്കുന്ന സമയത്തിന് അവിടെ ഒന്നും തന്നെ കാണുന്നില്ല. കുക്കറും പാത്രവും എല്ലാം കാലിയായിരിക്കും. ഇതെല്ലാം കാണുന്ന സമയത്തിന് വിക്രത്തിന് ആകെ ദേഷ്യം വരികയാണ്. വിക്രത്തിനാണെങ്കിൽ വിശപ്പ് സഹിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ വിക്രം തിരിച്ചു മുറിയിലേക്ക് വന്ന് നോക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്ന സമയത്തിന് വേദ എല്ലാ ഭക്ഷണവും തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. വിക്രമിന് കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം തന്നെ വിളമ്പിയിട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചുകൊണ്ടായിരിക്കും വേദ അവിടെ വന്ന് കിടന്നിരുന്നത്. എന്നാൽ വേദ തനിക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രത്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെന്ന് മാത്രമല്ല ഭയങ്കര ആക്രാന്തത്തോടെയും ഭയങ്കര കൊതിയോട് കൂടി തന്നെ വിക്രം ഏതായാലും അവിടെ വന്നിരുന്നിട്ട് വേദ തനിക്കായിട്ട് ഉണ്ടാക്കി വെച്ച ഭക്ഷണം മുഴുവനായിട്ട് അങ്ങനെ ആർത്തിയോട് കൂടി തന്നെ വേദ തനിക്കായിട്ട് ഉണ്ടാക്കി വെച്ച ഭക്ഷണം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേദ അതിലേറെ ഇഷ്ടത്തോടു കൂടി തന്നെ വിക്രത്തിൻ്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നു. വിക്രം ഏതായാലും ആസ്വദിച്ച് ആ ഫുഡ് മുഴുവനായിട്ട് കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തിന് വേദയെ കാണുന്ന സമയത്തിന് വിക്രത്തിനൊരു ഞെട്ടലായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് എന്ന്. അന്നേരം വിക്രം അതിന് ഒന്നും മറുപടി പറയാതെ ഒരു ചമ്മലോട് കൂടി തന്നെ ആ ഒരു പാത്രം എടുത്തിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും ബെഡ്റൂമിലേക്ക് കിടക്കാൻ വേണ്ടി ഏതായാലും താൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണം വിക്രം കഴിച്ചല്ലോ എന്ന സന്തോഷത്തിലായിരിക്കട്ടെ. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്തിന് വേദ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോവാണ്. ആ സമയത്തിന് വിക്രവും അങ്ങോട്ടേക്ക് വരുന്ന സമയത്തായിരിക്കട്ടോ പെട്ടെന്ന് സോപ്പിലങ്ങ് വെഴുക്കിക്കൊണ്ട് വിക്രം അങ്ങ് വീഴാൻ പോകുന്നത്. എന്നാൽ വേദിയുടെ മുകളിലേക്കൂടെയായിരിക്കും വിക്രം വീഴുന്നത്. അങ്ങനെ രണ്ടുപേരും പരസ്പരം തെന്നി വീഴാൻ പോകുന്നുണ്ട്. രണ്ടുപേരും ഒന്നിച്ചങ്ങ് തെന്നി വീഴുന്നതോടുകൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നോക്കി നിൽക്കുന്ന ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സീനായിട്ട് കാണും. രണ്ടുപേരും പെട്ടെന്ന് അങ്ങ് തെന്നി വീഴുന്നതാണെങ്കിൽ പോലും ഒരുമിച്ചങ്ങ് വീഴുന്നതോടുകൂടി തന്നെ രണ്ടുപേരുടെയും മനസ്സിൽ വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നി. പിന്നീട് അങ്ങനെ അന്ന് രാത്രിയാവുന്ന സമയത്തിന് അവർ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ, പിറ്റേ ദിവസം രാവിലെ വീട്ടുകാരൊക്കെ വരുള്ളൂ. അന്ന് രാത്രി കിടക്കാൻ നോക്കുന്ന സമയത്തിന് വേദ ഭയങ്കര വഴക്കായിരിക്കും. വേദക്ക് കട്ടിൽ കിടക്കണമെന്ന് പറഞ്ഞ് വഴക്ക് പിടിക്കുന്ന സമയത്തിന് വിക്രം അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും പരസ്പരം വഴക്കായിരിക്കട്ടോ. അവസാനം വഴക്കങ്ങ് മൂത്തത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങനെ പില്ലോ ഫൈറ്റ് ആയിരിക്കും. രണ്ടുപേരും തലയണ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാണ്. ആ ഒരു പില്ലോ ഫൈറ്റിലൂടെ തന്നെ തലയണയൊക്കെ കിട്ടിയിട്ട് അതിലെ പഞ്ഞൊക്കെ ഇങ്ങനെ നിലത്തും ബെഡിലും മേലും അങ്ങനെ ആകെ ആയിട്ട് ഭയങ്കര ഫൈറ്റ് ആയിരിക്കട്ടെ രണ്ടുപേരും.
അങ്ങനെ ആ ഒരു പില്ലോ ഫൈറ്റ് നടന്നതോടുകൂടി തന്നെ വീട് മൊത്തം അലങ്കോലമായിരിക്കും. ആ ഒരു പഞ്ഞി മുഴുവനായിട്ട് ബെഡ്റൂമിലാകെ പരന്ന് കിടക്കാട്ടോ. ഏതായാലും വിക്രമും വേദയും മാത്രമായിട്ട് വീട്ടിലുള്ള സമയത്തിന് രണ്ടുപേരും തമ്മിലുള്ള പരസ്പരമുള്ള ഭയങ്കര രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ തന്നെയാണ് കേട്ടോ അടുത്ത ആഴ്ച കടന്നു പോകുന്നത്. വേദ അങ്ങനെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്തിന് പെട്ടെന്ന് അങ്ങ് തെന്നി വീഴുന്നതോടുകൂടി തന്നെ വേദയുടെ കാല് നന്നായിട്ട് അങ്ങ് വേദനിക്കും. അയ്യോ എൻ്റെ കാല് പോയേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരിക്കട്ടെ വേദ. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, അതിന് നീ എന്തിനാ കരയുന്നത്, ഞാൻ ഇപ്പം എന്താ നിന്നെ ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, ഞാൻ അങ്ങ് തെന്നി വീണു, എനിക്ക് ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട്, നീ ആണെങ്കിലും അവിടെ കിടന്നു, അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. വേദ പറഞ്ഞിട്ട്, എന്തൊരു മനുഷ്യനത്, എനിക്ക് വയ്യാത്തോണ്ടല്ലേ പറയുന്നത്, എന്നിന്ന് പൊക്കിയെടുക്കുമെന്ന് പറഞ്ഞിട്ടോ. വിക്രം ചുറ്റും നോക്കുന്ന സമയത്തിന് ആരെയും കാണുന്നില്ല. എന്നാൽ പിന്നെ വേദയൊന്ന് സഹായിച്ചേക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം വേദയെ അങ്ങ് പൊക്കിയെടുക്കുകയാണ്. അങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്തായിരിക്കും വീട്ടിലെ എല്ലാവരും അങ്ങോട്ടേക്ക് വാതിൽ തുറന്നുകൊണ്ട് തന്നെ കടന്നു വരും. സുധാകരമാഷും കമലമ്മയും നന്ദിനി ശ്രീജയടുത്തി വിശ്വനും വിനായകനും അങ്ങനെ അവരെല്ലാവരും വീടിനകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വിക്രം വേദേനെ ഇങ്ങനെ കയ്യിൽ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. ഇവരെല്ലാവരും ആ ഒരു സീന് കണ്ടിട്ട് ആകെ ഇങ്ങനെ ഞെട്ടി ഷോക്കായി നിൽക്കുക. ഇത്ര ദിവസമായിട്ട് രണ്ടുപേരും കീരിയും പാമ്പ് പോലെയായിരുന്നു, ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് കീരിയും പാമ്പ് പോലെയായിരുന്നു. പക്ഷേ ഒരു ദിവസം മാത്രം ഇവരങ്ങ് വീട്ടിലകപ്പെട്ടതോടു കൂടി തന്നെ വിക്രമിൻ്റെ രണ്ട് കൈകളിൽ ഇങ്ങനെ കോരിയെടുത്തിരിക്കട്ടോ വേദയാണെങ്കിൽ വിക്രമിൻ്റെ തോളിലൂടെ ഇങ്ങനെ കയ്യും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ഈ ഒരു സീന് കാണുന്ന സമയത്തിന് ഇവർ രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ തന്നെ അടുത്തു എന്നായിരിക്കും വീട്ടുകാരെല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചേക്ക്. വേദക്ക് കാലൊട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ വിക്രമിന് ഒരിക്കലും വേദയെ തേൽത്തിടാനും വയ്യല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ വെച്ച് വിക്രമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദ ഇങ്ങനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ഈ ഒരു സീന് കാണുന്ന സമയത്തിന് നന്ദിനിക്കും വിനായകരും ഭയങ്കര അങ്ങ് ദേഷ്യപ്പെട്ട് അവരിങ്ങനെ കണ്ണു തുറച്ച് നിൽക്കുന്ന സമയത്തിന് കമലമ്മക്കും ശ്രീജക്കൊക്കെ നാണം വരട്ടോ. ആ സമയത്തിന് സുധാകരൻ മാഷി ചോദിക്കുന്നത്, ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെ കാഴ്ചയാണ് കാണേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ് തല താഴ്ത്തിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും മാഷ്. വിക്രമനാണെങ്കിൽ അവരൊക്കെ കണ്ടതോടുകൂടി തന്നെ ആകങ്ങ് വല്ലാതാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരിക്കലും വേദയെ താഴ്ത്തിടാൻ പറ്റി. വേദക്കാണെങ്കിൽ കാല് നിലത്ത് കുത്തിയിട്ട് നിൽക്കാനും പറ്റില്ല. എന്നാൽ ഈ കാര്യമൊന്നും വീട്ടുകാർക്കറിയില്ല. വിക്രം ഒന്നും മിണ്ടാതെ വേദയെ കോരിയെടുത്തുകൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകും. വേദയൊക്കെ ആണെങ്കിൽ താഴേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വിക്രത്തിന്റെ തോളിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കായിരിക്കട്ടോ. ഇത് കാണുന്ന സമയത്തിന് കമലമ്മ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്, മതിയടാ അവൾ എന്ന് താഴേക്ക് ഇറക്കുക പറയുന്ന സമയത്തിന് വിക്രത്തിന് ദേഷ്യം. വിക്രം പറഞ്ഞിട്ട്, അമ്മേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്നുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആ മതിയടാ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, നീ എന്തായാലും അവളെ അകത്തേക്ക് കൊണ്ടുപോകുന്നു പറയുന്ന സമയത്തായിരിക്കട്ടോ വിക്രം വേദയുമായിട്ട് അകത്തേക്ക് കയറിപ്പോ. വിക്രത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണെന്ന് മാത്രമല്ല വിക്രം നേരെ വേദയെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ബെഡിലേക്ക് ഒരൊറ്റ എന്നിട്ട് വേദയോട് വീണ്ടും ദേഷ്യപ്പെടണേ, എടി നീ കാരണം ഞാൻ എൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ പോലും തല ഉരിഞ്ഞ്, നീ കാരണം അവരുടെ മുന്നിൽ വെച്ച് എനിക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വേദയോട് അങ്ങ് ദേഷ്യപ്പെടട്ടോ വിക്രം. ആ സമയത്ത് തന്നെ വേദ ചോദിക്കുന്നതിന്, അതിനിപ്പം ഞാൻ പറഞ്ഞോ നിങ്ങളോട് ഇങ്ങനെയൊക്കെ എന്നെ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ, എൻ്റെ കൈയൊന്ന് പിടിക്കാനല്ലേ പറഞ്ഞോളൂ, അല്ലെങ്കിൽ എന്നെ ഒന്ന് പിടിക്കാനല്ലേ പറഞ്ഞോളൂ, അല്ലാതെ നിങ്ങളോട് എന്നെ വാരി കോരിയെടുക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങളെന്തിനാ എന്നെ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വേദങ്ങ് ദേഷ്യപ്പെട്ടോ വിക്രത്തിൽ. ഏതായാലും അടുത്ത ആഴ്ചയിലുടനീളം നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒത്തിരിയധികം ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ സീൻസൊക്കെ